പിന്നെ നമ്മൾ എല്ലാ ട്രൈമെസ്റ്ററിലും നമ്മൾ ഹീമോഗ്ലോബിൻ ചെയ്ത് നോക്കണം. കാര്യം നമ്മളുടെ ഒരു ആഹാര രീതിയൊക്കെ അനുസരിച്ച് 50% സ്ത്രീകൾക്കും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വളർച്ചയുണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് അതിനനുസരിച്ചുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുകയും വേണം, അയണിൻ്റെ ഗുളികകൾ കഴിക്കുകയും വേണം. അതുപോലെ കാൽഷ്യത്തിൻ്റെ ഗുളികയും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു ഗർഭത്തിൽ യൂട്രസിന് വളരാൻ രക്തം വേണം, അതുപോലെ മറുപിള്ളയിൽ കൂടുന്ന രക്തം കൂടുതലാണ്, കുഞ്ഞിന് രക്തം വേണം. പിന്നെ അമ്മയ്ക്ക് ഇത്രയും ഒരു കുഞ്ഞിനെയും ചുമന്ന് നടക്കണ്ടേ, ഹാർട്ടിന് കൂടുതൽ ജോലിയുണ്ട്, അപ്പോൾ ഹാർട്ടിന് കൂടുതൽ രക്തം വേണം. അപ്പോൾ ഇതിനെല്ലാം രക്തം ആവശ്യം ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളർച്ച വരാം. പിന്നെ വേറെ ചില കാര്യങ്ങൾ കൊണ്ടും വളർച്ച വരാം. അതുകൊണ്ട് വളർച്ച വരാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ വാരി വലിച്ച് ചോറും ഒക്കെ കഴിക്കുന്നതിന് പകരം ഇരുമ്പ് സത്തുള്ള ഭക്ഷണവും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. ആ ഇരുമ്പ് സത്തുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചീര, മുരിങ്ങ, വെജിറ്റേറിയൻ ആണെങ്കിൽ ചീര, മുരിങ്ങ, അതുപോലെ ബീട്രൂട്ട്, ക്യാരറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ചോക്കുന്ന എല്ലാത്തിനകത്തും ഇരുമ്പ് സത്തുണ്ടെന്നാണ്. പിന്നെ നോൺ വെജിറ്റേറിയൻസിന് അത് വലിയ വിഷയമല്ല. അവർക്ക് ഈ കാര്യം മീൻ, ഇറച്ചി എല്ലാത്തിനകത്തും കൂടെ അവർക്ക് ഇരുമ്പ് സത്ത് കിട്ടും.